പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന ദിവസം മിഖ പ്രവാചകന്റെ പുസ്തകം 7:7 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകളുയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയ സഹോദരരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവത്തെ ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ ഞാൻ കർത്താവിങ്കിലേക്ക് കണ്ണുകളുയർത്തും. പ്രിയ സഹോദരരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷകനായ ഈശോയിലേക്ക് നോക്കുവാൻ സാധിക്കണം. ആ മുഖത്തേക്ക് നോക്കി, ആ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. സഹോദരരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രാർത്ഥനയ്ക്കായി ചെവി ചായ്ച്ചിരിക്കുന്നൊരു ദൈവം. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ഇതാ ഞാനെന്ന് പറയുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ പൊന്നു സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കില്ല ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താണ്, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, അസ്വസ്ഥതകൾ, മക്കളെക്കുറിച്ചുള്ള വേദനകൾ, അങ്ങനെ പലവിധ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം നമ്മൾ ഓരോരുത്തരും. എന്നാൽ സദാ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നൊരു ദൈവം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികൾ വിശ്വാസത്തോടെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അതിന് ഉത്തരം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനൊരു തീർപ്പ് കൽപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. എൻ്റെ പൊന്നു സഹോദരരെ, വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്ന്. പ്രിയ സഹോദരരെ, ആ രക്ഷകനായ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ വീണ്ടെടുത്ത ഈശോ, ആ ഈശോ വീണ്ടും വീണ്ടും എന്നോടും നിങ്ങളോടും പറയുന്നത് ഇതാണ്: എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ ഉത്തരം നൽകുന്നൊരു ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ നിങ്ങളുടെ യാചനകൾ സമർപ്പിക്കുവാൻ, എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നടക്കില്ല. ജീവിതത്തെക്കുറിച്ചുള്ള വേദനകളാൽ മുന്നോട്ട് പോകുന്ന ആകുലതപ്പെട്ട് കഴിയുന്ന വ്യക്തികളോട് വചനം പറയുന്നു: പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് ദൈവം, ആ ഉത്തരം നൽകുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ ഇന്ന് ഈ തിരുവചനത്തിൽ സാധിക്കും. വിശ്വാസത്തോടെ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയട്ടെ: പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന്. ഹല്ലേലൂയ. ആമേൻ.